സർവീസ് സെക്ടറിൻ്റെ കാര്യത്തിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു എക്സംപ്റ്റഡ് ഇപ്പോൾ ബ്യൂട്ടി പാർലറിൻ്റെ റേറ്റ് നേരത്തെ 18% ഉണ്ടായിരുന്നത് 5% വിത്തൗട്ട് ITC-യിലേക്കായിട്ടാണ് മാറിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ എക്സംപ്റ്റഡ് സപ്ലൈ ആണെങ്കിൽ ഫുള്ള് റിവേഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞ പോലെ ഇവിടെ 5% വിത്തൗട്ട് ITC ആകുമ്പോൾ നമ്മളത് കംപ്ലീറ്റ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് റിവേഴ്സ് ചെയ്യണം. കാരണം നമുക്കിനി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി വേറൊരു സിനാരിയോ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതേ ബ്യൂട്ടി പാർലർ തന്നെ ബ്യൂട്ടി എൻഹാൻസ്മെൻറ്റ് സർവീസസിനോടൊപ്പം തന്നെ കോസ്മെറ്റിക് പ്രോഡക്ട്സ് വിൽക്കുന്നുണ്ടെങ്കിൽ, അതെ, അപ്പോൾ ആ കേസിൽ അവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ 5% വിത്തൗട്ട് ITC-യും മേ ബി 18%-ലെ സാധനങ്ങൾ വിൽക്കുന്നതും വിത്ത് ITC-യും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ 5% വിത്തൗട്ട് ITC-നെ എക്സംപ്റ്റഡ് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ പ്രൊപ്പോർഷനേറ്റ് ക്രെഡിറ്റ് എത്രയാണോ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ ഉണ്ടായിരുന്നത് അത് റിവേഴ്സ് ചെയ്യണമെന്ന് വളരെ വ്യക്തമായിട്ട് FAQ 2-ൽ പറയുന്നുണ്ട്. സർവീസിൻ്റെ കാര്യത്തിൽ FAQ വളരെ ക്ലിയർ ആയിട്ട് അത് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഗുഡ്സിൻ്റെ കാര്യത്തിൽ അങ്ങനൊരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ.